Okay, next question. Sri Chetan retired on 1st March 2017 after 25 years in a private company to which provisions of payment of gratuity was not applicable. എന്ന് പറഞ്ഞാൽ ഗ്രാറ്റുവിറ്റി ആക്ട് നോട്ട് കവേർഡ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 15 days സാലറി ആണോ ഹാഫ് മന്ത് സാലറി ആണോ എടുക്കുക? ഹാഫ് മന്ത് സാലറി. ഓക്കെ, during the 10 months ending on 28th February 2017, he was drawing a monthly salary of 65,000. അയാളുടെ ആവറേജ് ലാസ്റ്റ് 10 month ആവറേജ് എത്രയാ? 65,000 ആണ്. അപ്പൊ എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. He received gratuity of 9,23,800 from his employer. Compute the taxable gratuity. ഇത് ഇയാൾക്ക് കിട്ടിയതാണ്. ഇതിൽ എത്ര ടാക്സബിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇയാളുടെ സാലറി അങ്ങോട്ട് എഴുതുകയാണ് അല്ലെ. സാലറി എത്രയാണ്? 65,000 ആണ് അല്ലെ. 65,000 ആണ്. ഓക്കെ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് എക്സംപ്റ്റഡ് ആവുക. അതിൽ ഒന്നാമത്തത് ഹാഫ് മന്ത് സാലറി ആണ് അല്ലെ. ഹാഫ് മന്ത് സാലറി ഫോർ every completed years of service. അപ്പൊ ഹാഫ് മന്ത് സാലറി കാണാൻ 1/2 ചെയ്യണം. എന്തിനാ? ഈ സാലറി അല്ലെ. അപ്പം 65,000 into 1/2 ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് മന്ത് സാലറി. ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 25 അല്ലെ. ഇൻറ്റു 25 you will get the value of 8,12,500. അപ്പം ഒരു വാല്യൂ നമുക്ക് കിട്ടി അല്ലെ. ദെൻ രണ്ടാമത് എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഓഫ് 20 lakh. ഓക്കെ, ദെൻ മൂന്നെന്തായിരുന്നു? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയായിരുന്നു? 9,23,800. സോ ഫൈൻഡ് ഔട്ട് ദി ലീസ്റ്റ് വൺ. അപ്പം ഇതിൽ ചെറുത് ഏതാണ്? ഇതാണ് ചെറുത്. അപ്പൊ ഇത്ര എമൗണ്ട് വരെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ബാക്കിയുള്ള എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് അപ്പം ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഈസ് ഈക്വൽ ടു 9,23,800 മൈനസ് എക്സംഷൻ കിട്ടുന്നത് എത്രയാ? 8,12,500 എക്സംഷൻ കിട്ടുന്നത്. സോ ദി ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു 1,11,300. ഇതിന് അയാൾ എന്ത് ചെയ്യണം? ഗ്രാറ്റുവിറ്റി ഹെഡിൽ ടാക്സ് കൊടുക്കണം.